നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ഇറാന്റെ എണ്ണ വ്യവസായ മേഖല നേരിടുന്നത് കടുത്ത പ്രതിസന്ധികൾ. ഇറാനെതിരായ ഉപരോധത്തിന് പിന്നാലെ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ കയറ്റുമതി തടസ്സപ്പെട്ട നിലയിലാണ് ഇറാനിലുള്ളത്. എന്നാൽ കേടുപാടുകൾ ഉണ്ടാകുമോ എന്ന ആശങ്കയെ തുടർന്ന് താൽക്കാലികമായി പോലും എണ്ണക്കിണറുകളുടെ പ്രവർത്തനം നിർത്തിവെക്കാനാവാത്ത സ്ഥിതിയും ഇറാൻ നേരിടുന്നു. ഇറാന്റെ എണ്ണ ഉൽപാദനത്തിന്റെ 90% കൈകാര്യം ചെയ്യുന്ന ഖാർഗ് ദ്വീപിലെ സംഭരണശാലകൾ ഏകദേശം നിറഞ്ഞ സാഹചര്യവും നേരിടുന്നതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ ശേഖരിക്കാൻ പുതിയ വഴികൾ തേടുകയാണ് ഇറാൻ. എണ്ണ ശേഖരിക്കാൻ പഴയ ടാങ്കർ കപ്പലുകളെയാണ് നിലവിൽ ഇറാൻ ഉപയോഗിക്കുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് 30 വർഷം പഴക്കമുള്ള നാഷ എന്ന എണ്ണക്കപ്പൽ ഇറാൻ വീണ്ടും ഉപയോഗിക്കുന്നത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഈ ടാങ്കർ ഇപ്പോൾ കടലിൽ എണ്ണ സംഭരിക്കാനുള്ള സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ എണ്ണ ഉൽപാദന മേഖലയെ അമേരിക്കൻ ഉപരോധം എങ്ങനെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നടപടി. 13 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇത്തരത്തിൽ ശേഖരിക്കാനാവുക എന്നും, എന്നാൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത് 1 ദശലക്ഷം എണ്ണയാണ്. അതിനാൽ 13 ദിവസത്തിനുള്ളിൽ നാഷയിലെ ശേഖരശേഷി പൂർണ്ണമാകും എന്നാണ് സമുദ്ര വ്യാപാര വിശകലന വിദഗ്ധരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. ഏപ്രിൽ 16 മുതൽ ഇത്തരത്തിൽ ഇറാൻ കപ്പലുകളിലേക്ക് ഓയിൽ മാറ്റുന്നതായാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളെ വിശകലനം ചെയ്ത് വിദഗ്ധർ വിശദമാക്കുന്നത്. സംഭരണശേഷി കഴിയുന്നതോടെ ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാകുമെന്നാണ് നിരീക്ഷണം. എണ്ണക്കിണറുകൾ പെട്ടെന്ന് അടച്ചുപൂട്ടുന്നത് ഭൂഗർഭമർദ്ദത്തെയും കിണറുകളുടെ പ്രവർത്തനക്ഷമതയെയും ബാധിക്കുമെന്നതിനാലാണ് ഉൽപാദനം താൽക്കാലികമായി പോലും നിർത്തുന്നതിന് വെല്ലുവിളിയാകുന്നത്. ഉൽപാദനം നിർത്തിയാൽ കിണറുകൾക്കുള്ളിൽ വെള്ളം കയറാനും അത് എണ്ണയുടെ അളവ് കുറയ്ക്കാനും സാധ്യതയുണ്ട്. ഇത് കിണറുകൾക്ക് ശാശ്വതമായ കേടുപാടുകൾ വരുത്തുമെന്നതിനാലാണ് കയറ്റുമതി മുടങ്ങിയിട്ടും ഇറാൻ ഉൽപാദനം തുടരുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 12 അല്ലെങ്കിൽ 13 ദിവസത്തേക്കുള്ള ശേഷി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കയറ്റുമതി പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കിണറുകൾ അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉൽപാദന നഷ്ടം നേരിടുകയോ ചെയ്യേണ്ടി വരും എന്ന കടുത്ത വെല്ലുവിളിയാണ് ഇറാൻ ഇപ്പോൾ നേരിടുന്നത്. പഴയ കപ്പലുകൾ ഉപയോഗിച്ചുള്ള സംഭരണം ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയാകട്ടെ ആധുനിക പ്രേത കപ്പലുകളുടെ ഗോസ്റ്റ് ഷിപ്പുകളുടെ പണിപ്പുരയിലാണ്. മൈനുകൾ പേടിച്ച് വിമാനവാഹിനി കപ്പലുകൾ വരെ ഹോർമൂസ് കടലിടുക്കിന് മുന്നിൽ വിറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രേത കപ്പലുകളുടെ ആവശ്യകത അമേരിക്കയ്ക്ക് ബോധ്യമായിരിക്കുകയാണ്. ഇപ്പോൾ യുദ്ധങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോണുകളുടെ കടൽ പതിപ്പാണ് ഗോസ്റ്റ് ഷിപ്പുകൾ. കടലിലെ ഡ്രോണുകൾ എന്ന് വേണമെങ്കിൽ ഇവയെ പറയാം. ഇവയുടെ ചെറുപതിപ്പുകൾ നേരത്തെ റഷ്യക്കെതിരെ യുക്രൈൻ ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആധുനിക കടൽ ഡ്രോണുകളുടെ ഗവേഷണം തുടങ്ങിയത്. അമേരിക്ക ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗോസ്റ്റ് ഷിപ്പുകൾ യുദ്ധക്കപ്പലുകളുടെ ചെറുപതിപ്പാണ്. മനുഷ്യരുണ്ടാവില്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. കരയിൽ നിന്ന് ഉപഗ്രഹം വഴിയുള്ള കമാൻഡുകൾ അനുസരിച്ചായിരിക്കും പ്രവർത്തനം. അന്തർവാഹിനികളെ പിന്തുടരുക, മൈനുകൾ നിർവീര്യമാക്കുക, വിമാനവാഹിനി കപ്പലുകൾക്ക് പൈലറ്റ് പോകുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വയം തീരുമാനമെടുക്കാനുള്ള AI സാങ്കേതിക വിദ്യയും ഇവയ്ക്കുണ്ട്. മിസൈലുകളും ഗ്രനേഡുകളും വിക്ഷേപിക്കാനും ഇവ ഉപയോഗിക്കാം. കരയിൽ നിന്നുള്ള സിഗ്നലുകൾ ഉപയോഗിച്ച് 100 കണക്കിന് കിലോമീറ്റർ ദൂരത്തിലും ഉപഗ്രഹങ്ങളുടെ നിയന്ത്രണത്തിലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തിലും കപ്പൽ ഡ്രോണുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. 90 ദിവസം വരെ ഇന്ധനം നിറയ്ക്കാതെ 12,000 മൈൽ ദൂരം സഞ്ചരിക്കാൻ ഡ്രോൺ കപ്പലുകൾക്ക് കഴിയും. കടൽക്ഷോഭങ്ങളെയും നേരിടാൻ കഴിവുണ്ട്. മണിക്കൂറിൽ 31 മൈലാണ് ശരാശരി വേഗത. കാലിഫോർണിയയിലെ സാൻഡിഗോ ആസ്ഥാനമാക്കി 3 പുതിയ ഡ്രോൺ ഡിവിഷനുകളാണ് അമേരിക്ക സ്ഥാപിച്ചിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ ഗവേഷണം ഇരട്ടിയിലധികം വേഗത്തിലാക്കിയിരിക്കുകയാണ്. ശരാശരി $10 ലക്ഷം ഒരു ഡ്രോൺ കപ്പലിന് ചെലവ് വരുന്നത്. ഉയർന്ന ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ മനുഷ്യജീവന് അപകടമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഡ്രോൺ കപ്പലുകളുടെ മെച്ചമെന്ന് അമേരിക്കൻ നാവികസേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഏപ്രിൽ 19-ന് സാൻഡിഗോ ആസ്ഥാനമായുള്ള വിമാനവാഹിനി കപ്പലായ USS തിയഡോർ റൂസ്വെൽറ്റ് കടൽ ഡ്രോൺ കപ്പലുമൊത്ത് പരിശീലനം നടത്തിയിരുന്നു. അധികം വൈകാതെ തന്നെ തിയഡോർ റൂസ്വെൽറ്റ് കടൽ ഡ്രോണുകൾ വിന്യസിച്ചുള്ള ആദ്യ വിമാനവാഹിനിയായി മാറും. ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ പോലെയുള്ള ഭീഷണിയെ ഇത്തരം ഡ്രോൺ കപ്പലുകൾ ഉപയോഗിച്ച് നിഷ്പ്രയാസം നേരിടാമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. അമേരിക്കയ്ക്കും ലോകത്തിനു തന്നെയും ഞെട്ടലുണ്ടാക്കുന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ നടത്തിയത്. കടലിടുക്കിലെ കടലിനടിയിൽ ഇറാൻ വിന്യസിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും സമയമെടുക്കും. അതും യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രം.
അധികമൊന്നും വിജയം കാണാത്ത വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ കൂടുതൽ ആശങ്ക പരത്തുന്നതായിരുന്നു പെന്റഗന്റെ ഈ വെളിപ്പെടുത്തൽ. അതായത് യുദ്ധം അവസാനിച്ചാലും ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ പിന്നീടും 6 മാസം കൂടി സമയം വേണ്ടിവരും. അമേരിക്കൻ കോൺഗ്രസിലെ ബന്ധപ്പെട്ട അംഗങ്ങൾക്കായി നടത്തിയ രഹസ്യ ബ്രീഫിംഗിലാണ് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു. കടലിടുക്കിൽ 20 മൈനെങ്കിലും ഇറാൻ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് അമേരിക്കൻ പ്രതിരോധ വിഭാഗം കണ്ടെത്തിയത്. ഇതിൽ ചില മൈനുകൾ GPS ഉപയോഗിച്ച് സ്ഥാനം മാറ്റാൻ കഴിയും. യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മൈനുകൾ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം അപകടകരവുമാണ്. യുദ്ധം അവസാനിച്ച ശേഷം ഇറാന്റെ സഹായത്തോടെ മാത്രമേ ഇത്തരം മൈനുകൾ നിർവീര്യമാക്കാൻ കഴിയൂ. അതിന് കുറഞ്ഞത് 6 മാസമെങ്കിലും സമയം വേണ്ടിവരും. ഇക്കാലയളവിൽ നിശ്ചയിച്ച ട്രാക്കുകളിലൂടെ പരിമിതമായ തോതിൽ മാത്രമാകും കപ്പൽ ഗതാഗതം. ഈ കാലയളവിലെല്ലാം ഇന്ധനവില ഉയർന്നു തന്നെ നിൽക്കുമെന്നതാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. നവംബറിൽ അമേരിക്കയിൽ നടക്കുന്ന മധ്യകാല തെരഞ്ഞെടുപ്പിൽ ഈ സംഭവവികാസങ്ങൾ ട്രംപിന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരമൊരു യുദ്ധത്തിന് അമേരിക്ക എടുത്തുചാടേണ്ടിയിരുന്നില്ല എന്നാണ് ബഹുഭൂരിപക്ഷം അമേരിക്കക്കാരുടെയും നിലപാടെന്നാണ് അഭിപ്രായ വോട്ടെടുപ്പുകളിൽ നിന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇറാൻ യുദ്ധത്തിന് പരിഹാരം കാണുക എന്നതാണ് ട്രംപിന് മുന്നിലുള്ള വെല്ലുവിളി. ചർച്ചകൾ പരാജയപ്പെടുന്നതിനാൽ ഇറാൻ കൂടുതൽ മൈനുകൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്നും പെന്റഗൺ കണക്കുകൂട്ടുന്നുണ്ട്. അമേരിക്ക ആക്രമണം പുനരാരംഭിക്കാതെ വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാരണവും ഹോർമൂസ് കടലിടുക്കിലെ മൈനിന്റെ സാന്നിധ്യമാണ്. ലോകത്തെ വിറപ്പിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പോലും ഹോർമൂസ് കടലിടുക്കിലേക്ക് കടക്കാൻ പേടിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ താവളമടിച്ചിരിക്കുകയാണ്. കടലിടുക്കിലേക്ക് കടന്നാൽ പിന്നെ തുറന്നുവിട്ടാൽ അല്ലാതെ പുറത്തുവരാൻ കഴിയാത്ത എലിപ്പട്ടിയിൽ കിടന്ന അവസ്ഥയായിരിക്കും. അമേരിക്കയുമായി നേർക്കുനേർ ചർച്ചയില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ ഇറാന് ധൈര്യം നൽകുന്നതും കടലിടുക്കിലെ ഈ ആധിപത്യമാണ്. ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് ചർച്ച നടത്താൻ ഇറാൻ തയ്യാറാകാത്തതിന്റെ അപമാനത്തിലാണ് ട്രംപ്. ആദ്യമായാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെയൊരു അനുഭവം. അമേരിക്ക ചർച്ചയ്ക്ക് വിളിച്ചാൽ വരുന്ന പതിവേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ചർച്ചാമേശയിൽ ആധിപത്യം സ്ഥാപിക്കാമെന്നും അമേരിക്ക കരുതിയിട്ടുണ്ടാകാം. ഇറാൻ കാലുപിടിച്ചെന്നോ തോൽവി സമ്മതിച്ചെന്നോ ഒക്കെ വീമ്പ് പറയാനും ട്രംപിന് അവസരം ലഭിച്ചേനെ. എന്നാൽ ഇറാൻ ആ കെണിയിൽ ഒന്നും തന്നെ വീണിട്ടില്ല. നേർക്കുനേർ ചർച്ച ഇല്ല എന്നൊരു നിലപാട് അവരങ്ങ് സ്വീകരിച്ചു. പറയേണ്ട കാര്യങ്ങൾ മധ്യസ്ഥരായ പാകിസ്ഥാനോട് പറയുക ഫലത്തിൽ അപമാനിക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ് ഇത്. അങ്ങനെയാണ് അമേരിക്കയും കണക്കാക്കിയത്. US സംഘത്തിന്റെ യാത്ര ട്രംപ് റദ്ദാക്കിയതും അതുകൊണ്ട് തന്നെ ഇനി ചർച്ചയ്ക്കായി ഇറാൻ അമേരിക്കയെ വിളിക്കട്ടെ എന്നതാണ് പ്രകോപിതനായ ട്രംപിന്റെ നിലപാട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകളിൽ ഇതുവരെയും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണമെന്നും മൈനുകൾ മാറ്റണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. എന്നാൽ മുൻ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനോട് അനുകൂല പ്രതികരണമല്ല ഇറാന്റേത്. കടലിടുക്കിലെ മൈനുകൾ പൂർണ്ണമായും മാറ്റിയാൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ കടന്നുകയറി പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ഇറാൻ കരുതുന്നു. അതിനാൽ ഇടക്കാല വെടിനിർത്തലല്ല, പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിക്കലാണ് ആവശ്യമെന്ന നിലപാടിലാണ് ഇറാൻ. കടലിടുക്കിലെ ഇറാൻ നിയന്ത്രണത്തിന് ബദലായി ഇറാന്റെ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്ക തടഞ്ഞുവെച്ചതും ചർച്ചയെ പിന്നോട്ടടിക്കുന്നുണ്ട്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ട യുറേനിയം സംബന്ധിച്ച തർക്കമാണ് തീരുമാനമാകാത്ത മറ്റൊരു പ്രധാന വിഷയം. നിലവിലെ യുദ്ധം അവസാനിച്ചതിനു ശേഷം മാത്രം ആണവ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന ഇറാന്റെ നിലപാടാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ആണവ പ്രശ്നം ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ പരിഹരിക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നീക്കണമെങ്കിൽ ആണവ വിഷയത്തിൽ വ്യക്തിപരമായ പരിഹാരം വേണമെന്ന് US ആവശ്യപ്പെട്ടു. ആണവ ചർച്ചകൾ മാറ്റിവെച്ച് ഉപരോധം നീക്കുന്നത് അമേരിക്കയുടെ പക്കലുള്ള പ്രധാന വിലപേശൽ ശേഷി നഷ്ടപ്പെടുത്തുമെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ കരുതുന്നുണ്ട്. ലോകത്തിലെ ക്രൂഡ് ഓയിൽ നീക്കത്തിന്റെ 25% കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാനും കടലിടുക്കിനു മുന്നിൽ അമേരിക്കയും ഉപരോധവുമായി തുടരുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.